ആ എന്താ വിശേഷം? എന്താ അങ്ങനെ പോണേ? എന്തേലും അങ്ങനെ പോന്ന്? അല്ല നമ്മുടെ ചെക്കന്റെ കാര്യം ഇപ്പൊ എന്തായി? കല്യാണ കാര്യം എന്താ ജയ, ഓന് സിനിമാ പിരാന്ത് ചേർത്ത. പെണ്ണും വേണ്ട, പെടക്കോയും വേണ്ട. എന്നാ വലിച്ച വേറെന്തേലും പണി നോക്കോ? അതിനോട് പോവൂല. പോകുന്ന ബന്ധങ്ങളെ നമ്മളെ വടക്കോർത്ത് നമ്മളെ ദാമോദരല്ലേ, ഒരു കുട്ടിയുണ്ട്. പ്രായം കൊണ്ട് നിങ്ങളെ ചെക്കനെ മാച്ച് 19 വയസ്സായി. ഞാനോട് ഈ കാര്യം സൂചിപ്പിച്ചു, ഇങ്ങനെ രാമേട്ടന്റെ മകന്റെ കാര്യം. ഓൾക്ക് ഓക്കെയാണ്. നിങ്ങളെ ചെക്കന്റെ ഇങ്ങനെ സമ്മതം കിട്ടണല്ലോ. എന്താ നമ്മൾ ഓരോട് പറയാ? നിങ്ങളെ അഭിപ്രായം എന്താ? ജയ, ഇതിപ്പോ ഒരു 10-12 കൊടുന്നല്ലോ. ഒക്കെ നല്ല കുടുംബങ്ങളും. ഓൻ ആ സിനിമ ഭ്രാന്തിട്ട് ഇറങ്ങിയിട്ടില്ല. ഞാൻ ഏതായാലും ഓനൊന്ന് വിളിച്ചിട്ടേ എനിക്ക് ആ വിവരം തരാം വൈകുന്നേരത്തിനുള്ളിൽ കേട്ടോ. നോക്കി കേട്ടോ. ആയിക്കോട്ടെ. ശരി. എന്താ വിശേഷം? അങ്ങനെ പോകുന്നു. ഇവിടെ ഒന്നും കാണില്ല. ഇപ്പൊ എവിടെയാ? ഇല്ല, ഞാൻ വരലുണ്ട്. ചായ കുടി, കടി കാണോ? വേണ്ട. ചായ പൊടിക്കട്ടായിക്കോട്ടെ കേട്ടോ. ആയിക്കോട്ടെ. പൊടിച്ചായ പൊടിച്ചായ മതിയോ? സാറേ. ആണോ? ഓക്കെ സാർ. ആ സിനിമയിൽ പോയി ഒന്നും വിളിച്ചോട്ടെ. ഇനി പോന് വീരം കൊടുക്കണ്ട വൈകുന്നേരം. അച്ഛാ. മോനെ, എന്താ നമ്മളെ ബ്രോക്കറെ ജയം വന്നീനി. അച്ഛനോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പെണ്ണും പെടക്കോഴിയൊന്നും വേണ്ടാന്ന്. നല്ല കുടുംബത്തില് നല്ലൊരു കുട്ടിന്റെ കാരണം അയാളോട് പോയി കെട്ടാൻ പറ, എനിക്ക് നേരമില്ല. എന്നാ ഒരു ജോലി പറഞ്ഞത് അതും പോയി നോക്കണില്ലല്ലോ. ഈ സിനിമ തന്നെ ഒരു ജോലിയല്ല അച്ഛാ. ഞാനിതിൽ രക്ഷപ്പെടും, എനിക്ക് അതിന്റെ കോൺഫിഡൻസ് ഉണ്ട്. മോനെ, 40-45 വയസ്സായിട്ട് എനിക്ക് പ്രായം നോക്കണ്ട അച്ഛാ. അനശ്വര കലാകാരൻ തിലകൻ 40ാമത്തെ വയസ്സിലല്ലേ സിനിമയിൽ അഭിനയിച്ച്. അച്ഛൻ ഞാനിതിൽ അച്ചീവ് ചെയ്തിരിക്കും. അച്ഛനത് വെച്ചിട്ട് പോയേ. എന്തിനാ എന്റെ തമ്പുരാനെ എന്നെ ഇങ്ങനെ കർപ്പനായിട്ട് പഠിച്ച്? അതുകൊണ്ടല്ലേ എനിക്കൊരു ചാൻസും കിട്ടുന്നില്ല. എന്താ ബ്രോ ചിരിച്ച്? ഇല്ല, ഞാൻ ചിരിച്ചില്ലല്ലോ. ബ്രോ ചിരിച്ച്? ഇല്ല, ഞാൻ ചിരിച്ചില്ല. ബ്രോ ചിരിച്ച്. ഞാനൊരു കഥ പറയട്ടെ. കഥയാ? എന്ത് കഥ? ഈ കാക്കയും കിളികളൊക്കെ ദൈവം ഒന്നിച്ചാണ് പടച്ചത്. പക്ഷെ കാക്ക കറുപ്പായതുകൊണ്ട് കാക്ക ദൈവത്തിനോട് പോയിട്ട് പരാതി പറഞ്ഞു. എന്തിനാ ദൈവമേ എന്നെ ഇങ്ങനെ കറുപ്പായിട്ട് പടച്ചത്? അപ്പൊ ദൈവം പറഞ്ഞു, നിന്നെ കറുപ്പായി പടച്ചതിനൊരു കാരണം ഉണ്ടാവും, അത് നിനക്ക് പിന്നെ മനസ്സിലാവുന്നു പറഞ്ഞു. അങ്ങനെ കാക്ക പറന്നുപോയി. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഒരു വീടിന്റെ അടുത്ത് പോയി ആ കാക്ക ഇരുന്നു. അപ്പൊ അവിടെ ഒരു കിളിയെ കൂട്ടിലിട്ടുണ്ടായിരുന്നു. കാക്ക ആ കിളിയോട് പോയി ചോദിച്ചു, നിന്നെന്തിനാണ് കൂട്ടിലിട്ടിട്ടുള്ളതെന്ന്. അപ്പൊ കിളി പറഞ്ഞു, എനിക്ക് കുറച്ച് സൗന്ദര്യം കൂടുതലായതുകൊണ്ടാണ് എന്നെ കൂട്ടിലിട്ടത്. അപ്പോഴാണ് കാക്കക്ക് സന്തോഷമായത്. കാക്ക സന്തോഷത്തോടെ അവിടുന്ന് പറഞ്ഞത്. ഉപദേശിച്ചിരിക്കും. ബ്രോ ഉപദേശം പറ്റി കാണില്ല. അതും ഞാൻ കഥയോട് കൂടിയല്ല ഉപദേശം പറഞ്ഞത്. അയ്യോ, ഇവിടെ ചായ. ബ്രോ, എൻ്റെ ചായ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ബ്രോയ്ക്ക് കണ്ണ് കാണില്ലേ? ഇല്ല ബ്രോ, എനിക്ക് കണ്ണ് കാണില്ല. എൻ്റെ ചായ ഉണ്ടായിരുന്നു ഇവിടെ. താങ്ക് യു. ഞങ്ങളെ ഈ സിഗരറ്റിൻ്റെ സ്മെല്ല് വരുമ്പോഴാണ് അടുത്തുള്ള ആളുകൾ സിഗരറ്റ് വലിക്കുന്ന അറിയാം. അതേസമയം നിങ്ങളെപ്പോലത്തെ ആളുകളെ ആരെങ്കിലും സിഗരറ്റ് കത്തിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. അപ്പം നിങ്ങൾ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. ബ്രോ സോറി ബ്രോ. ഇല്ല, കുഴപ്പമില്ല. സോറി ബ്രോ. ബ്രോ, ഞാൻ നല്ല വെളുപ്പാന്ന് എല്ലാവരും പറയാറുണ്ട് ബ്രോ. പക്ഷെ എൻ്റെ വെളുപ്പ് കാണാൻ കണ്ണാടി ഉണ്ടായിട്ട് പോലും എനിക്ക് കഴിയുന്നില്ല. ഈ ലോകം ഭയങ്കര മനോഹരമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്.
ഇത്ര വലിയ മനോഹരമുള്ള ലോകത്ത് നിന്നിട്ട് പോലും നിങ്ങൾ ഇരുട്ടിലാന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ജന്മനാ ഇരുട്ടിലായ ഞങ്ങളൊക്കെ എന്ന് വെളിച്ചം വരുമെന്ന് കാത്തിരിക്കുക. ബ്രോ എന്താ ചെയ്യുന്നു? എൻ്റെ അച്ഛന് പ്രായമായിട്ടുണ്ട്. എൻ്റെ ഈ കുറവ് കൊണ്ട് എൻ്റെ അച്ഛനൊന്നും ചെയ്തു കൊടുക്കാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ ലോട്ടറി വിറ്റിട്ട് കിട്ടുന്ന ചെറിയ വരുമാനം ഞാൻ എൻ്റെ അച്ഛന് കൊണ്ടുകൊടുക്കും. അങ്ങനെ ജീവിച്ചു പോകുന്നു. ബ്രോ, ഉള്ളത് കൊണ്ട് സമാധാനപ്പെടും. ദൈവം നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കണക്കാക്കിയിട്ടില്ല. എല്ലാം ശരിയാണ്. ശരി ബ്രോ. നോക്കിപ്പോ ബ്രോ. എന്താ മഹാരാജ് സുധീഷ് പറയണത്? ഞാൻ അയാള് പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുക. അയാൾ പറഞ്ഞത് സത്യല്ലേ? എന്തെല്ലാം കുറവുണ്ടായിട്ടും അയാൾ അത്ര ഭംഗിയായിട്ട് അയാളെ ജീവിതം കൊണ്ടുപോകും. നമുക്ക് ദൈവം എല്ലാം തന്നു, എന്നാലും നമുക്ക് പരാതി മാത്രം പാടില്ല. ദൈവം ഓരോരുത്തർക്കും ഓരോന്ന് ചെയ്യും. അപ്പൊ അയാൾ ഒരു കണ്ണുപൊട്ടനായി ജനിക്കണം എന്നുള്ള ദൈവത്തിന്റെ തീരുമാനമാണ്. മനസ്സിലായോ? ഇപ്പൊ ഞാൻ BEd വരെ പഠിച്ചു. ഞാനിപ്പോ ചായക്കടയിലാണ് വർക്ക് ചെയ്യുന്നത്. അത് ദൈവത്തിന്റെ ഒരു നിശ്ചയം, നമ്മൾ ശ്രമിക്കായിട്ടല്ല. അതുപോലെ ഇപ്പൊ നിങ്ങൾ നല്ലൊരു സിനിമാ നടനാകണം എന്നുള്ളത് ദൈവത്തിന്റെ തീരുമാനം ഉണ്ടെങ്കിൽ അത് നടന്നിരിക്കും. നിങ്ങൾ പരിശ്രമിക്കും ചെയ്യാം. അത് കരുതി വേറെ ജോലിക്കൊന്നും പോകാതെ അങ്ങനെ ജീവിതം തുറച്ചിട്ട് കാര്യമുണ്ടോ? മോനെ. ബ്രോക്കറോടെ നാളെ നമുക്കത് പോയി നോക്കാന്ന് പറ. ഓ തന്നെ? പിന്നെ ആ ജോലിക്കാരും കൂടി നമുക്ക് നോക്കാം. ആയിക്കോട്ടെ. ഓ അച്ഛന് സന്തോഷമായി മോനെ. അത് പോവാ അച്ഛൻ. ശരി. ഓ എന്റെ ഈശ്വര, എന്റെ മോനെ നല്ല ബുദ്ധി തോന്നിച്ചല്ലോ.